അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് കർമ്മം. ഹജ്ജ് കർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ്. കാരണം ഇബാദത്തുകളിൽ വെച്ച് ശാരീരികമായി ചെയ്യുന്ന ഇബാദത്താണ് നമസ്കാരമെങ്കിൽ, നോമ്പെങ്കിൽ, സാമ്പത്തികമായി ചെയ്യുന്ന ഇബാദത്താണ് സക്കാത്ത്, സ്വതക്കകളെങ്കിൽ, സമ്പത്തും ശരീരവും ഒരുമിച്ച് കൂട്ടി ചെയ്യപ്പെടുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് കർമ്മം. ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇപ്രകാരം പറയുകയുണ്ടായി: വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തെ കരുതി പുറപ്പെട്ട് ഹജ്ജ് നിർവഹിക്കൽ ജനങ്ങളുടെ മേൽ നിർബന്ധമാണ്. അവരിൽ ആർക്ക് സാധിക്കുന്നുവോ, അഥവാ ശാരീരികമായി, സാമ്പത്തികമായി, യാത്രാപരമായി കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പ്രകാരം സൂചിപ്പിക്കുകയുണ്ടായി: ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി: മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്തുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഹജ്ജ് കർമ്മത്തിനിടെ അദ്ദേഹം പാപകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല, തിന്മകരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് മടങ്ങി വരുന്നത് എങ്കിൽ അവൻ ഒരു കുഞ്ഞ് ജനിച്ച ആ പരിശുദ്ധമായ അവസ്ഥയിലായിരിക്കും മടങ്ങി വരുന്നത്. അഥവാ ഒരു പാപവും അയാളിൽ അവശേഷിക്കുന്നതല്ല. അതുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നാം എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. പലപ്പോഴും ഹജ്ജ് മുഖേന നമ്മുടെ മുഴുവൻ പാപങ്ങളും മാപ്പാക്കപ്പെടും എന്നതിനാൽ എല്ലാവരും ഹജ്ജ് ഏറ്റവും അവസാനത്തെ കർമ്മമായി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു കർമ്മമല്ല. ആർക്ക് എപ്പോൾ സാമ്പത്തികമായി, ശാരീരികമായി, യാത്രാപരമായി ഒരു തടസ്സവും നേരിടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് അയാളുടെ മേൽ ബാധ്യതയാണ്. എപ്രകാരം ബാങ്ക് കൊടുക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ സമയമായി നമസ്കാരത്തിലേക്ക് പോകണം എന്നതുപോലെ ഈ കഴിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കഴിവുകൾ പിന്നീട് നഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കാതെ വരും. ഒരാൾക്ക് അത്തരം കഴിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ മേൽ ഹജ്ജ് കർമ്മം ബാധ്യതയായിത്തീരുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നാം സത്യവിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്, അതൊരു കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ വരുന്ന കാലഘട്ടത്തിലൊക്കെ ഹജ്ജ് കർമ്മം പ്രയാസമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അഥവാ സാമ്പത്തികമായിട്ട് ഉയർന്ന ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഹജ്ജ് ചെയ്യേണ്ട പ്രദേശങ്ങളൊക്കെ നന്നായി വിശാലമാക്കുകയും അവിടെ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും അതിൻ്റേതായ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഹജ്ജ് കർമ്മത്തിൽ ഇന്നും നമുക്ക് നേരിടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത്, സാമ്പത്തികമായി നല്ല കഴിവുള്ള സമയത്ത് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. കഴിവുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി ഈ വർഷം സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്കെങ്കിലും ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത് ഹജ്ജിന് വേണ്ടി തുനിയുക. എൻ്റെ ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ച് പുസ്തകം സഞ്ചിയിൽ തൂക്കി മദ്രസകളിലൊക്കെ വിൽപ്പന നടന്നിരുന്ന ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ സുബൈ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മദ്രസയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്: ഞാൻ ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോവുകയാണ്, എല്ലാവരും ദുആ ചെയ്യണം. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സാധാരണ സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ലാത്ത ഒരു സാധാരണക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് കുറച്ച് പൈസ അദ്ദേഹം ഒരുക്കി കൂട്ടി വെച്ചിട്ടാണ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തുക അദ്ദേഹം കണ്ടെത്തിയത്. ബഹുമാനികളെ, നമുക്ക് ഹൃദയത്തിൽ ആത്മാർത്ഥമായ നിയത്തുണ്ട് എങ്കിൽ, അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് എങ്കിൽ, പടച്ചവനോടുള്ള തേട്ടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പടച്ചവൻ നമ്മളവിടെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. റബ്ബ് തമ്പുരാൻ ഹജ്ജ് കർമ്മം എത്രയും പെട്ടെന്ന് നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.